ഡ്രോൺ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള യുദ്ധ ഡ്രോണുകളെ പറ്റിയായിരിക്കും. എന്നാൽ ഡ്രോണുകൾ ഇത്തരം ആവശ്യങ്ങൾക്ക് മാത്രമല്ല, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോണുകളുണ്ട്, മറ്റ് പല ആവശ്യങ്ങൾക്കും ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഡ്രോൺ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോണാണ്. കീടനാശിനി ഉപയോഗം, അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രോൺ, അങ്ങനെ പല തരത്തിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ, അത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു സ്റ്റോളിലാണുള്ളത്. സത്യം, ഈ ഡ്രോൺ ഇപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും? നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് ആണ്. നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ FIA QD10 എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ സ്പ്രേയിങ് ഡ്രോൺ ആണ്. ഇതിൽ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ് എല്ലാം നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട്. 10 ലിറ്റർ കപ്പാസിറ്റിയാണ് ഡ്രോണിന് വരുന്നത്. നമുക്ക് 1 ഏക്കർ കവർ ചെയ്യാൻ ശരിക്കും 7 മിനിറ്റ് മതി. അതുപോലെ അപ്പോൾ ഒരു ആവറേജ് ആയിട്ട് ഒരു ദിവസം നോക്കുകയാണെങ്കിൽ 50 ഏക്കർ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഈ പറയുന്ന പോലെ പുറത്ത് തൂക്കി കർഷകർ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല, ഒട്ടും ആവശ്യം വരുന്നില്ല. അതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ കർഷകർക്കും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ചിലർക്ക് അലർജി വരുന്നുണ്ട്. പിന്നെ 1 ഏക്കർ കവർ ചെയ്യാൻ ഒരു കർഷകൻ ഇത്രയും ചുമന്നുകൊണ്ട് നടക്കുന്നതിന്റെ ഒരു പാടുകേട് വരുന്നുണ്ട്. പക്ഷേ ഒരുപാട് സമയവും വേണ്ടി വരും. ഉറപ്പായിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 1 ഏക്കർ 7 മിനിറ്റോട് കവർ ചെയ്യാന്ന് പറയുന്നത് വളരെ ബെനിഫിറ്റ് ആയിട്ട് വരും. ടൈമും അതുപോലെ കോസ്റ്റും നമുക്ക് ഒരുപാട് എഫക്റ്റീവായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ കീടനാശിനി തെളിക്കുക എന്നുള്ളതിലുപരി മറ്റു പല ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രോണുകൾ ഡെവലപ്മെന്റിലാണ് ഉള്ളത്. ഉറപ്പായിട്ടും നമുക്ക് മെയിനായിട്ട് വരുന്ന ഡ്രോൺ FIA QD എന്ന് പറയുന്ന ഈ അഗ്രികൾച്ചറൽ സ്പ്രേയിങ് ഡ്രോൺ ആണ്. പിന്നെ വരുന്നത് നിരീഷ് എന്ന് പറയുന്ന ഒരു സർവേലൻസ് ഡ്രോൺ വരുന്നുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിത് ഫീൽഡ്സിന് മേളിൽ കൂടെ വിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ മൾട്ടി സ്പെക്ട്രൽ സെൻസേഴ്സ് ഉണ്ട്. ആ ഡേറ്റാസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ മേഖലകളിലാണ് കറക്റ്റായിട്ട് ഈ ക്രോപ്പിന് പ്രശ്നം വരുന്നത്. ആ അനാലിസിസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ മാത്രം ഈ ഡ്രോൺസ് വെച്ചിട്ട് പിന്നെ പോയി സ്പ്രേ ചെയ്താൽ മതി. അതായത് പ്രിസിഷൻ സ്പ്രേയിങ് ആണ്. അതിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരുപാട് എഫേർട്ട് ഇല്ലാതെ തന്നെ ഡാമേജ് നേരത്തെ കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. കർഷകർക്ക് ഒരുപാട് ഉപകാരമുള്ളതാണ് ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ. ഉറപ്പായിട്ടും. ഇപ്പം നമുക്കിനി R&Dയിൽ നമ്മളിപ്പോൾ ഉടൻ തന്നെ ഇറക്കാനിരിക്കുന്ന ഡ്രോൺ നമ്മൾ വിശ്വസിക്കുന്നു ഒരു ഡ്രോൺ ഒരു പർപ്പസ് അല്ല ചെയ്യേണ്ടത്. ഒരു ഡ്രോൺ കൊണ്ട് പല പർപ്പസ് ഉള്ള പോലത്തെ ഡ്രോണുകൾ ഇനി ഇറക്കണം. അതായത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഡ്രോണാണ്. ഇനിയിപ്പോൾ ഒരു 30 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഡ്രോൺ, അതേ ഡ്രോണിൽ തന്നെ വിത്ത് വിതയ്ക്കാനും അതുപോലെ തീ പിടിക്കുമ്പോൾ അവിടെ ഫയർ എക്സ്റ്റിങ്ഷൻ നടത്താനായിട്ട് ഫയർബോൾ ഡ്രോപ്പിംഗ്, അതുപോലെ ലോഡുകൾ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് 30 kg വെയിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന പോലത്തെ പേലോഡ് ക്യാരിങ് ഡ്രോൺ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഡ്രോണിൽ കൊണ്ടുവരിക. അങ്ങനെ ഒരു ഡ്രോണാണ് നമ്മളിനി ഇറക്കാൻ പോകുന്നത്. തമാശ ചോദിച്ചോളൂ. അതായത് ഈ ആളുകൾക്കൊക്കെ അറിയാൻ താല്പര്യമുള്ളത്, ഈ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള കുറെ ഈ ഡ്രോൺ ഉണ്ടല്ലോ, ഈ ഡ്രോൺ ആക്രമണമായിരുന്നു പ്രധാനമായും നടത്തിയത്. അതും ഇതും തമ്മിൽ എന്തെങ്കിലും താരതമ്യമുണ്ട്? അതും ഇതും തമ്മിൽ ഡ്രോണിന്റെ കൺസെപ്റ്റ് വെച്ചുള്ള സാമ്യമുണ്ട്, അതാണ് പറയാൻ പറ്റുന്നത്. പിന്നുള്ളത്, നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ഡിഫൻസിന് വേണ്ടിയും കൊച്ചിൻ ഷിപ്പ്യാർഡിന് വേണ്ടിയും ഡ്രോൺസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആക്ച്വലി അഗ്രിടെക് സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിലും കുറച്ചുകൂടെ എംഫസിസ് അഗ്രികൾച്ചറിന് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഏതൊക്കെ മേഖലയിൽ ഡ്രോൺ വെച്ച് സൊല്യൂഷൻസ് കൊണ്ടുവരാം എന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഏത് വന്നാലും നമ്മളിലേക്ക് വരാം, നമ്മൾ അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല രീതിയിലുള്ള സഹായം നൽകുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഉറപ്പായിട്ടും കേരള സ്റ്റാർട്ടപ്പ് മിഷനും അതുപോലെ തന്നെ എൻ്റെ കേരളം എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് 14 ജില്ലകളിൽ നമ്മളിപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മൾ അഗ്രികൾച്ചറൽ സ്റ്റാളിൽ നമ്മൾ ഇതിന്റെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ലീഡുകൾ, ഒരുപാട് ആൾക്കാർ ഡ്രോണിനെ പറ്റി അറിയാനുള്ള അവരുടെ ഒരു ജിജ്ഞാസയും കാര്യങ്ങൾ അറിയാനും, ഫാമേഴ്സ് ആണെങ്കിലും പുതിയ രീതികളെ പറ്റി അവർക്കും താല്പര്യമുണ്ട്. അവർ നമ്മളിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ലീഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഡ്രോണുകളാണ് നമ്മൾ കണ്ടത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ തന്നെയുള്ള ഒരു ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു വീട്, അത് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിയുക. അതായത് വീടുകളുടെ സ്വിച്ചുകൾക്ക് പകരം നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആ വീടിൻ്റെ എല്ലാ സാധനങ്ങളും, അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഈ കാണുന്നത്. നമുക്ക് അതിൻ്റെ ഇവരോട് തന്നെ ചോദിക്കാം. നമ്മൾ ബേസിക്കലി നോർമൽ സ്വിച്ചസിന് പകരം ടച്ച് പാനൽസ് ആയിട്ടുള്ള ഈ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലോകത്ത് എവിടെ നിന്ന് വേണം നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇത് സാധാരണ സ്വിച്ചസിനെ മാറ്റിയിട്ട് ഈ ഒരു ടച്ച് പാനൽസ് വെച്ചാൽ മതി. ഓട്ടോ ഹോം എന്ന് പറയുന്ന ബ്രാൻഡാണ്, US ബ്രാൻഡാണ്. ഇന്ത്യയിലാണ്, ഇതിൻ്റെ ഇൻഫോ പാർക്കിലാണ് നമ്മൾ ഇതിൻ്റെ ഇത് വരുന്നത്. ഇവിടെ സത്യം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ ദൂരെ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ എവിടെ നിന്നാണെങ്കിലും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം. നമുക്ക് നമ്മളെ വിരൽത്തുമ്പിൽ നമുക്ക് വീട്ടിലത്തെ എല്ലാ ഇലക്ട്രിക്കൽ ഐറ്റംസിനും നമുക്ക് കൺട്രോൾ ചെയ്യാം. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊരു സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മറ്റെവിടെന്നെങ്കിലും അത് നോക്കാം, മനസ്സിലാക്കാം, അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അത് ഓഫ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും നമുക്ക് വളരെ ഈസിയാണ്. നോർമലി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും അടുത്ത് പറയുകയൊക്കെ ചെയ്യാണ്. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലൊക്കെ ചിലപ്പോൾ അതെ. അതുപോലെ നമുക്കൊരു ടൈം ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ന ടൈമിന് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും, അതുപോലെ ഓഫ് ചെയ്യാം. നമുക്ക് അങ്ങനെയുള്ള അതുപോലെ അലക്സ എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആണ്. അലക്സ വഴി നമുക്ക് ചെയ്യാം. ഇവിടെ കണ്ണൂർ മൈജി താണയിൽ നമുക്ക് എക്സ്പീരിയൻസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വേണമെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട്
അവർക്ക് അവിടുന്ന് അവരുടെ ആവശ്യങ്ങളനുസരിച്ച് പറയുകയാണെങ്കിൽ അവർ സൈറ്റ് വിസിറ്റ് ചെയ്ത് സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ തന്നെയാണോ? അതായത് ഇത് കൊച്ചിയിലാണ്, നമ്മൾ ഇൻഫോ പാർക്ക് ഫേസ് 2 വരുന്നത്. ഓട്ടോ ഹോം എന്നാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. നമുക്കിതിനെന്ന് വെച്ചാൽ ഫുള്ളി എംബഡഡ് നമ്മൾ തന്നെ ഇൻസൈഡ് ഇതിൻ്റെ ടീമാണ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അവർ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ സൊല്യൂഷൻ തരാൻ പറ്റും, ലോങ് ടൈമിൽ സർവീസബിൾ ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെനി അഡീഷണൽ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇത്തരത്തിൽ നൂതനമായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഓരോ സംവിധാനങ്ങളാണ് സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ ഒരുങ്ങുന്നത്. ഡ്രോണുകളും അതുപോലെ തന്നെ ഓട്ടോമാറ്റഡ് സ്വിച്ചുകളും മാത്രമല്ല, അലക്സ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ, അതിനു പുറമെ തന്നെ ടീച്ചേഴ്സ്, അതായത് ഈ റോബോട്ടിക് ടീച്ചർ എന്ന രീതിയിലുള്ള സങ്കല്പം, അങ്ങനെയുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള ടെക്നോളജികളാണ് ഓരോ സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിലുള്ള കമ്പനികൾ ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടപ്പ് മിഷൻ അതിന് നല്ല സഹായം നൽകുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ഓരോ കമ്പനികളും പറയുന്നത്. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ഈ നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രമേശ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.